ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 46-ാമത്തെ ശ്ലോകമാണ്. തന്മൂലഛിദ്രമാവിശ്യ ശ്രവണാർത്ഥം സ്ഥിതോ ഹ്യസൗ വാതരൂപീ സ്ഥിതിം കർത്തുമശക്തോ വംശമാവിശത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ പ്രേതം എവിടെയാണ് ഇരുന്നതെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വശത്തായിട്ട് 7 ശാഖകളുള്ള ഒരു മുള കണ്ടു. വളരെ ഉയരത്തിലുള്ള ഒരു മുളയാണ്, വളരെ വലിയൊരു മുളയാണ് എന്ന് പറഞ്ഞു. അതിനെയും എവിടെയാണ് ഇരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അവിടെ വലിയൊരു മുളയുണ്ടായിരുന്നു. അവിടെ തന്മൂലഛിദ്രം ആവിശ്യ ഇങ്ങനെ പദച്ഛേദം ഉണ്ട് അവിടെ, പക്ഷെ പദച്ഛേദം നടത്തണ്ട. തന്മൂലം എന്ന് പറഞ്ഞാൽ ആ മുളയുടെ മൂലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ അവിടെ ഛിദ്രം എന്ന് പറഞ്ഞാൽ അവിടെ അല്പഭാഗം ഇങ്ങനെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ദ്വാരമുണ്ടായിരുന്നു എന്നർത്ഥം. ആ ദ്വാരത്തിൽ ആവിശ്യ പ്രവേശിച്ചിട്ട് ശ്രവണാർത്ഥം സ്ഥിതോ ഹ്യസൗ. അവിടെ പാഠഭേദം കാണാം. ശ്രവണായ എന്നും കാണാം, ശ്രവണാർത്ഥം എന്നും കാണാം. രണ്ടും ശരിയാണ്. ശ്രവണാർത്ഥം ശ്രവിക്കുന്നതിനായിക്കൊണ്ട് അത് തന്നെയാണ് ശ്രവണായ എന്ന് പറഞ്ഞാൽ. ശ്രവണാർത്ഥം സ്ഥിതോ ഹ്യസൗ, അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിതോ ഹ്യസൗ, അവൻ അതിൻ്റെ ഉള്ളിൽ ആ ദ്വാരത്തിൽ കയറി ഇരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് മുഴുവൻ കേൾക്കാനായിട്ട് ആ പ്രേതം അവിടെ കയറിയിരുന്നു. ഒട്ടും തനിക്ക് കേൾക്കാതെ പോകരുത് അതിലെ ഒരു വാക്കുപോലും എന്ന് കരുതിയിട്ട് മറ്റു തന്നെയല്ല, ആ മുളയുടെ ചുവട്ടിലുള്ള ദ്വാരത്തിലാകുമ്പോൾ തൻ്റെ ചുറ്റിനുമുള്ളവരുടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അഥവാ ഡിസ്റ്റർബൻസും ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു ആ പ്രേതത്തിന്. അങ്ങനെ അവിടെ കയറിയിരുന്നു. എങ്ങനെ? വാതരൂപി സ്ഥിതിം കർത്തും അശക്തോ വംശമാവിശത്. വാതരൂപി സ്ഥിതിം, കാറ്റിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ ആ പ്രേതം തന്നെ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രേതം കർത്തും അശക്തോ വംശമാവിശത്. കർത്തും അശക്തോ, അശക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്തും അശക്ത വംശമാവിശത്. അതായത് ആ കാറ്റിൻ്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട്, കാറ്റായിട്ട് നമ്മൾ ഒരിടത്ത് നിൽക്കുകയല്ല അല്ലേ, അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഥാശ്രവണം വേണ്ട രീതിയിൽ നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിനെ ആ പ്രേതം തന്നെ എന്ത് ചെയ്തു? ആ ദ്വാരത്തിൽ എടുത്ത് ഇരുത്തി എന്ന് പറഞ്ഞാൽ ആ ദ്വാരത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടെ ഒരു സ്ഥിരമായ ആസനത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് കേട്ടത് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സപ്താഹവേദിയിലൊക്കെ പോയാൽ നമുക്ക് കാണാം അവിടെയൊക്കെ ധാരാളം കസേരകൾ ഇട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പായ വിരിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളിത് കേൾക്കുന്നത്. നമ്മൾ പലത് ചെയ്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ കേൾക്കുമ്പോൾ അതിനാ പൂർണ്ണമായ ഒരു ഇറങ്ങിച്ചെല്ലൽ, നമ്മൾ എന്താണോ കേൾക്കുന്നത് അതിലേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഒരു സ്ഥിരമായ ഒരു ആസനത്തെ ആശ്രയിച്ചിരുന്നു കൊണ്ട് വേണം ഭാഗവത കഥാശ്രവണം നടത്തുന്നതിന്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ആ പ്രേതം ആ മുളയുടെ ഏറ്റവും താഴെയുള്ള ദ്വാരത്തിൽ കയറി തന്നെ അവിടെ സ്ഥിരമായി അങ്ങോട്ട് ഇരുത്തി അവിടെ ഇരുന്നു കൊണ്ട് ഈ ഭാഗവത കഥാശ്രവണം, പാരായണ ശ്രവണം കേൾക്കാനായിട്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തന്മൂലഛിദ്രമാവിശ്യ ശ്രവണാർത്ഥം സ്ഥിതോ ഹ്യസൗ വാതരൂപീ സ്ഥിതിം കർത്തുമശക്തോ വംശമാവിശത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തന്മൂലഛിദ്രം ആവിശ്യ, തന്മൂലഛിദ്രം ആവിശ്യമാണ്, അതായത് പ്രവേശിച്ചിട്ട്. അപ്പോൾ മായ്ക്ക് ആ കാര്യം നീട്ടിയെടുക്കുക. അതേപോലെ ഹ്യസൗ, ഹി അസൗ ആണ് ഹ്യസൗ. അവിടെ ഹ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്തു വായിക്കുക.
അതുപോലെ കരുത്തും അശക്തോ, നമ്മൾ പറയുന്ന പോലെ കൊടുക്കാതെ രകാരം കൊടുക്കുന്നതാണ് കൂടുതൽ ശരി. കരുത്തും അശക്തോ, പലപ്പോഴും കർത്തുമെന്ന് ഞാനും ചിലപ്പോൾ വായിക്കുമ്പോൾ ഈ അബദ്ധം വരാറുണ്ട്. എങ്കിലും കഴിയുന്നതും ശ്രദ്ധിച്ച് വായിക്കുക. കരുത്തും അശക്തോ, അവിടെ അശക്താണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ വംശം ആവിശത്, തൻ്റെ ആ ഒരു വംശത്തിൻ്റെ, ആ കാറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അത് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലിരുന്നു കൊണ്ട് തനിക്ക് ഈ ഒരു കഥാശ്രവണം ചെയ്യുന്നതിന് തീർത്തും കരുത്തും അശക്തും, താൻ അശക്തനാണ്, അഥവാ അത് വേണ്ട രീതിയിൽ തനിക്കത് കേൾക്കുവാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ വേരിൻ്റെ അടുത്തുള്ള ആ ദ്വാരത്തിൽ കയറി ഇരുന്നത്. ഇനി നമുക്ക് 47-ാമത്തെ ശ്ലോകം നോക്കാം. വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യ സഹ പ്രഥമസ്കന്ധതഃ സ്പഷ്ടമാഖ്യാനം ധേനുജോകരോത്. വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യ സഹ. അവിടെ സാധാരണ ഒരു സപ്താഹ ഇത് നടക്കുമ്പോൾ അവിടെ മുഖ്യമായിട്ടൊരു ശ്രോതാവ് ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. അത് വിഷ്ണു ഭക്തനായിട്ടുള്ള ഒരു ശ്രോതാവാകണം എന്ന് പറയാറുണ്ട്. ഇവിടെ അതുകൊണ്ട് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം, വൈഷ്ണവം വിഷ്ണു ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ മുഖ്യം ശ്രോതാരം, മുഖ്യ ശ്രോതാവായിക്കൊണ്ട് പരികൽപ്യ സഹ, അവിടെ നിശ്ചയിച്ചു. സഹ, ആ ഗോകർണൻ അങ്ങനെ നിശ്ചയിച്ച് തുടങ്ങുകയാണ്. ഇനിയും പ്രഥമസ്കന്ധത സ്പഷ്ടമാഖ്യാനം ധേനുജോകരോത്. പ്രഥമസ്കന്ധം മുതൽക്ക് സ്പഷ്ടമാഖ്യാനം, വളരെ സ്പഷ്ടമായിട്ട് അത് വായിച്ചു. എന്നിട്ട് അത് വായിക്കുക മാത്രമല്ല, അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞും കൂടിയാണ് പോകുന്നത്. ആ കഥ എന്ന് പറഞ്ഞും കൂടിയാണ് പോകുന്നത്. സ്പഷ്ടമാഖ്യാനം, അങ്ങനെ ആ കഥയും നന്നായി പറഞ്ഞു. എന്നിട്ട് ധേനുജോകരോത്, അങ്ങനെ ശ്രോതാക്കൾക്കെല്ലാം നന്നായി മനസ്സിലാകുന്ന വിധത്തിൽ അത് വായിച്ച് അതിൻ്റെ അർത്ഥത്തെ കൂടി പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ ഈ ഗോകർണൻ തൻ്റെ സപ്താഹ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ വന്നു കൂടിയവരിൽ ഈ മുഖ്യ ശ്രോതാവായിട്ടുള്ള ബ്രാഹ്മണൻ, വൈഷ്ണവനായിട്ടുള്ള ബ്രാഹ്മണൻ അല്ലാതെ ഉള്ള സാധാരണക്കാരായ ധാരാളം ജനങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ഭാഗവത കഥ കേൾക്കുന്നതിൽ തൽപരരായിട്ടാണ് വന്നിരിക്കുന്നത്. തങ്ങളുടെ പാപങ്ങളെയൊക്കെ ക്ഷയിപ്പിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന വിധത്തിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതിനോളം മറ്റൊരു ഉപായമില്ല ഭാഗവത കഥാശ്രവണത്തോളം. എന്തിന്? തന്നെ ശുദ്ധീകരിക്കുന്നതിന്, ആത്മശുദ്ധീകരണത്തിന് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ആത്മശുദ്ധീകരണം നടക്കണമെങ്കിൽ അത് വേണ്ട വിധത്തിൽ ശ്രോതാക്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ട് അത് അവർക്കും കൂടി നന്നായി ബോധ്യപ്പെടുന്ന വിധത്തിൽ നന്നായി, നല്ല സ്പഷ്ടമായിട്ട്, വ്യക്തമായിട്ട്, വളരെ വിസ്തരിച്ച് തന്നെ അതിൻ്റെ കഥയും കൂടി പറഞ്ഞ് അങ്ങനെ. അപ്പോൾ സഭയിലെല്ലാവരും ഇരുന്നു. ഗോകർണനൊരു പ്രത്യേകം സ്ഥാനമുണ്ട്. മുഖ്യ ശ്രോതാവായിട്ട് വൈഷ്ണവനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയും സങ്കല്പിച്ചിരുത്തി. മറ്റുള്ള ധാരാളം ആളുകൾ, ദേവന്മാർ പോലും ആശ്ചര്യപ്പെട്ടു പോകുന്ന വിധത്തിൽ ശ്രോതാക്കൾ അവിടെ ധാരാളമായി വന്നു ചേർന്നു. ധുന്ധുകാരി തൻ്റെ ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ച് തനിക്ക് ഉത്തമമായ ഒരു ആസനത്തിലിരുന്നു. ഇനിയും ഗോകർണൻ അങ്ങനെ പ്രഥമസ്കന്ധം മുതൽ പാരായണവും തുടങ്ങി. ഇപ്പോൾ ആ രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പാരായണം ചെയ്യുകയും അതിൻ്റെ കഥ വളരെ വിശദീകരിച്ച് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യ സഹ പ്രഥമസ്കന്ധത സ്പഷ്ടമാഖ്യാനം ധേനുജോകരോത്. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സഹ പ്രഥമസ്കന്ധത, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ധേനുജോകരോത്, ധേനുജൻ എന്ന് പറഞ്ഞാൽ ധേനുവിൽ ഉണ്ടായത്, ഗോവിന് ഉണ്ടായത്. ആ ഗോകർണൻ അകരോത്, സ്പഷ്ടമാഖ്യാനം അകരോത്, അകരോത് ചെയ്തു, വളരെ സ്പഷ്ടമായിട്ട് അതിൻ്റെ ആ ഒരു വ്യാഖ്യാനവും കൂടി, കഥയും കൂടി പറഞ്ഞു പോയി. അപ്പോൾ അവിടെ ധേനുജോകരോത് ഒകാരം നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 48-ാമത്തെ ശ്ലോകമാണ്. 48-ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ പാരായണം, അതിനോടൊപ്പം കഥകൾ, അതിനോട് അനുബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ഇനിയും ആ ആദ്യത്തെ ദിവസത്തിൻ്റെ പരിസമാപ്തി അതാണ് വിശദീകരിക്കുന്നത്. ദിനാന്തേ രക്ഷിതാഗാഥ തഥാ ചിത്രം ബഭൂവഃ വംശൈകഗ്രന്ഥിഭേദോ ഭൂത് സശബ്ദം പശ്യതാം സതാം. ദിനാന്തേ രക്ഷിതാഗാഥ, ദിനാന്തേ ഒരു ദിവസത്തിൻ്റെ അവസാനം, അതായത് ആദ്യത്തെ സപ്താഹ ആദ്യത്തെ ദിവസത്തിൻ്റെ അവസാനം, സപ്താഹത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ, ഒന്നാമത്തെ ദിവസത്തിൻ്റെ അവസാനം, രക്ഷിതാഗാഥ, കഥകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. കഥയെല്ലാം അന്നേ ദിവസം വരെ വായിക്കുവാനുള്ള പാരായണ ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്ത് അതിൻ്റെ കഥകൾ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭാഗവത പാരായണം സപ്താഹമായിട്ട് നടത്തുന്നതിന് ഒരു വിധിയുണ്ട്. ആ വിധി സത്യത്തിൽ ബ്രഹ്മദേവനാണ് ശ്രീനാരദ മഹർഷിക്കായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഒന്നാമത്തെ ദിവസം വരാഹാവതാരം വരെയാണ് വായിച്ചു നിർത്തേണ്ടത്. രണ്ടാമത്തെ ദിവസം ഭരതകഥ വരെ വായിച്ചു നിർത്തണം. മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരം വരെ വായിക്കണം. നാലാമത്തെ ദിവസം എത്തുമ്പോൾ വംശവർണ്ണനം വരെ വായിച്ചേ നിർത്താവൂ. അതേപോലെ അഞ്ചാമത്തെ ദിവസം എത്തുമ്പോൾ അവിടെ ഭഗവാന്റെ ഗുരുകുലവാസവും അതുപോലെ ഗുരുദക്ഷിണയും കഴിയുന്നത് വരെ വായിക്കണമെന്നാണ് വിധി. ആറാമത്തെ ദിവസം വരുമ്പോൾ ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാര ലീലാസമാപ്തി വരെ വായിക്കണമെന്നാണ്. ഏഴാമത്തെ ദിവസം എത്തുമ്പോൾ ശ്രീശുക പൂജ കഴിയുന്നത് വരെ വായിച്ചു നിർത്തുക എന്നാണ് വിധി. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ വരാഹാവതാരം വരെയുള്ളത് വായിച്ചു നിർത്തി അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തഥാ ചിത്രം ബഭൂവഃ, തഥാ അപ്പോൾ ചിത്രം, വളരെ വിചിത്രമായ ഒരു കാര്യം, ബഭൂവഃ ഉണ്ടായിയല്ലോ. നമുക്ക് ഒന്നാമത്തെ ദിവസം ഗോകർണൻ ആ ഭാഗവത പാരായണമൊക്കെ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വളരെ അത്യത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. എന്താ? വംശൈക ഗ്രന്ഥിഭേദോ ഭൂത്, വംശ ഏകഗ്രന്ഥി ഭേദ അഭൂത്. ആ മുളന്തണ്ടിൻ്റെ, ആ മുളയുടെ ഏകഗ്രന്ഥി, ഒരു കൊമ്പ്, ഭേദ അഭൂത്, അഭൂത് ഉണ്ടായി. ഭേദ മുറിഞ്ഞു വീഴുക, ഒടിഞ്ഞു വീണു. അപ്പോൾ ആ മുളയുടെ ഒരു കമ്പ് അന്നേ ദിവസം ഈ ഗോകർണൻ ഈ വ്യാഖ്യാനമെല്ലാം പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണു. എങ്ങനെ? സശബ്ദം പശ്യതാം സതാം. സശബ്ദം, വളരെയേറെ വലിയൊരു ശബ്ദത്തോടു കൂടിയാണത് നിലം പതിച്ചത്. പശ്യതാം സതാം, അപ്പോൾ അവിടെയുള്ളവരൊക്കെ കണ്ടു, അവിടെ കൂടിയിരുന്ന അത്രയും ജനങ്ങളും കണ്ടു. എന്താ? ഈ സപ്താഹം ഒന്നാമത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുളയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണത് എല്ലാവരും കാണുകയും ചെയ്തു.
ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദിനാന്തേ രക്ഷിതാഗാഥ തഥാ ചിത്രം ബഭൂവഃ വംശൈകഗ്രന്ഥിഭേദോഭൂത് സശബ്ദം പശ്യതാം സതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വംശൈകഗ്രന്ഥിഭേദോഭൂത്, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അതിനകത്തേത്. ഇനി അടുത്തത് 49ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.